എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇതേ തന്നിട്ടുള്ളത്. അത് എന്തായാലും ഈ മോഡൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, എന്റെ മക്കൾ പഠിച്ചിട്ട് പോകണം. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? നീലി ചിരിയ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നും എന്താ നമ്മുടെ കവിത ഫുള്ള് എന്ത് തന്നിട്ടുണ്ട്. ഓക്കെ, കവിതയുടെ ആ ലൈൻസ് ആണ് തന്നിട്ടുള്ളത്. എന്നിട്ട് ചോദിച്ചേക്കാണ് ഈ ക്വസ്റ്റ്യൻ, നമൂനയ്ക്ക് അനുസാർ ദോ ശബ്ദ ബനായേ. നമൂന മീൻസ് എന്താണ്? മാതൃക. ഈ തന്നിരിക്കുന്ന മാതൃക ഇവിടെ ഒരു എക്സാമ്പിൾ മക്കൾക്ക് തന്നിട്ടുണ്ട്. ഈ എക്സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, നിങ്ങൾ രണ്ട് ശബ്ദം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, രണ്ട് വേർഡുകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കുക, ഇവിടെ സുൻ എന്ന് തന്നിട്ടുണ്ട്. സുൻ മീൻസ് എന്താണ്? കേൾക്കുക. ഓക്കെ, നാച്ച് മീൻസ് എന്താണ്? ഡാൻസ്, നൃത്തം എന്നുള്ള അർത്ഥമാണ്. ലിഖ് മീൻസ് എഴുതുക എന്നുള്ള അർത്ഥമാണ്. ഖ മീൻസ് എന്താണ്? കഴിക്കുക എന്നുള്ള അർത്ഥമാണ് അല്ലെ. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ നോക്കിക്കേ, ഉടനെ വാലി. ഈ ഉഡ് എന്ന് പറയുന്ന ആ ശബ്ദത്തിൽ നിന്നുമാണ് നമ്മൾ എന്തുണ്ടാക്കിയത്? ഉടനെ വാലി എന്നുള്ള വാക്ക് ഉണ്ടാക്കിയത് അല്ലെ, ഉഡ് എന്നുള്ളത്. അപ്പൊ അതേപോലെ സുൻ വെച്ചിട്ട് മക്കൾ ഉണ്ടാക്കണം, ഖ വെച്ചിട്ട് മക്കൾ ഉണ്ടാക്കണം, ലിഖ് വെച്ചിട്ട് മക്കൾ ഉണ്ടാക്കണം. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആ എക്സാമ്പിളിനനുസരിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെ ഒരു സംഭവം തന്നിട്ടുള്ളത്. അപ്പൊ നോക്കാം, ഈ സുൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? ഉഡ് എന്നുള്ളത് ഉഡ്നേവാലിയാക്കി നമ്മൾ മാറ്റി. അതേപോലെ സുൻ എന്നുള്ളത് സുനേവാലിയാക്കി മാറ്റുന്നു. നാച്ച് എന്നുള്ളത് നാച്ചിനേവാലിയാക്കി മാറ്റുന്നു. ലിഖ് എന്നുള്ളത് ലിഖ്നേവാലി എന്നാക്കി മാറ്റുന്നു. ഖ എന്നുള്ളത് ഖാനേവാലി എന്നാക്കി മാറ്റുന്നു. സിമ്പിൾ സംഭവം. ഉഡ്നേവാലി എന്നുള്ളത് പോലെ ബാക്കി ഈ 4 ആൾക്കാരെ മക്കൾക്ക് മാറ്റാൻ പറ്റും. 4 എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, മക്കളോട് 2 ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതിൽ ഇഷ്ടമുള്ള എന്താണ്? ഒരു 2 എടുത്ത് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ മാതൃക നമൂനയ്ക്ക് അനുസരിച്ച് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ എക്സാമ്പിൾ തന്നിട്ടുള്ളത് ആ എക്സാമ്പിൾ കൃത്യമായിട്ട് നോക്കുക. ബ്രാക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടാവും, അത് വെച്ചിട്ട് എന്ത് ചെയ്യണം മക്കള്? അങ്ങനത്തെ സെന്റൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ വേർഡ്സോ ഉണ്ടാക്കാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ എന്റെ മക്കൾ എന്തായാലും എഴുതണം, ഷുവർ ആയിട്ട് എഴുതണം. അപ്പൊ നാളത്തെ എക്സാമിന് നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.